ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കലൊരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നിട്ട് കുട്ടികളോടായി പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കൊരു പ്രത്യേക പരീക്ഷ നടത്തുവാൻ പോവുകയാണ്. കുട്ടികൾ പരീക്ഷ എഴുതുവാനുള്ള പേനയും പേപ്പറും എല്ലാം എടുത്ത് ചോദ്യപേപ്പറിനായി കാത്തിരുന്നു. എല്ലാവർക്കും ചോദ്യപേപ്പർ ലഭിച്ചു. പക്ഷേ അതിൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ചോദ്യപേപ്പറിന് നടുക്കായിട്ടൊരു കറുത്ത കുത്ത് മാത്രം ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും ആ കറുത്ത കുത്തിനെക്കുറിച്ച് വലിയ ഉപന്യാസം തന്നെ എഴുതി. അതിന്റെ വലിപ്പത്തെക്കുറിച്ചും പേപ്പറിന്റെ വശങ്ങളിൽ നിന്നുള്ള ദൂരത്തെക്കുറിച്ചുമെല്ലാം പലരും പല വിധത്തിൽ വിവരിച്ചു. പിറ്റേ ദിവസം ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തി വന്ന അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, ഞാൻ തന്ന ചോദ്യപേപ്പറിലെ ഒരു ചെറിയ കറുത്ത കുത്തിനെക്കുറിച്ചാണ് എല്ലാവരും ഉത്തരങ്ങൾ എഴുതിയത്. എന്നാൽ ആരും അതിനു ചുറ്റുമുള്ള വിശാലമായ വെളുത്ത ഭാഗത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. എപ്പോഴും കറുത്ത ചെറിയ കുത്തുകളിൽ മാത്രം ശ്രദ്ധ വെക്കാതെ ചുറ്റുമുള്ള വെളുത്ത ഭാഗത്ത് ശ്രദ്ധ വെക്കണം. കുട്ടികളെപ്പോലെ നമ്മളും പലപ്പോഴും ജീവിതത്തിലെ ചില ചെറിയ കറുത്ത ഏടുകളിൽ ശ്രദ്ധ വയ്ക്കുന്നവരാണ്. ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും പരാജയങ്ങളും വിഷമങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതെ പോകുന്നവർ. എന്നാൽ ജീവിതത്തിലെ അനവധിയായ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ചുറ്റുമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എബ്രായർ 10:35-36 വാക്യങ്ങൾ, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. ജീവിതത്തിലുണ്ടാകേണ്ട ആത്മധൈര്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നിലും വിജയം നേടാൻ എനിക്ക് കഴിയില്ല എന്ന് ചിന്ത മാറ്റിവെച്ച് എല്ലാം നല്ലതായി തീരുമെന്ന് വിശ്വസിച്ച് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ശ്രമിക്കണം. കുടുംബക്കാരും നാട്ടുകാരും എല്ലാം എതിർത്തിട്ടും ശത്രുക്കളുടെയും ക്രൂരമൃഗങ്ങളുടെയും ആക്രമണങ്ങളൊന്നും തെല്ലും വകവയ്ക്കാതെ പ്രായപരിമിതികളെ മറന്ന് 95-ാം വയസ്സിൽ സുഖസൗകര്യങ്ങളൊന്നുമില്ലാതെ ഒരു യാത്രയിലൂടെ പരിശുദ്ധ സഭയെ നിലനിർത്തുവാൻ എഴുന്നള്ളി വന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവായ്ക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് ദൈവത്തിൽ ഉള്ള ഈ ശുഭാപ്തി വിശ്വാസം മാത്രമായിരുന്നു. നേരിടാൻ പോകുന്നതോ ജീവിതത്തിൽ കഴിഞ്ഞു പോയതോ ആയ കുറവുകളെയോ പ്രതിസന്ധികളെയോ അല്ല ലക്ഷ്യം വയ്ക്കേണ്ടത്. മറിച്ച് ഇതുവരെ ദൈവം കരുതിയതിനെയും നൽകിയ അനുഗ്രഹങ്ങളെയും ഓർത്ത് നല്ല ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.